അല്ലാഹ് 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 അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, നിസ്കാരത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടാതെ ഒരു പ്രവാചകന്റെ പേര് പറഞ്ഞിട്ട് നാം സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. ആ പ്രവാചകനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. മറ്റൊരു പ്രവാചകന്റെ പേര് പറയുകയോ സ്വലാത്ത് ചൊല്ലുകയോ ചെയ്യുന്നില്ല. നാം പേര് പറഞ്ഞ് സ്വലാത്ത് ചൊല്ലുന്നത് മഹാനായ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പേരിൽ മാത്രമാണ്. എന്തുകൊണ്ട് മറ്റു പ്രവാചകന്മാരെ ഉൾപ്പെടുത്താതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പേരിൽ എല്ലാ നിസ്കാരത്തിലും തഹയ്യാത്തിന് ശേഷമുള്ള ഇബ്രാഹിമിയ സ്വലാത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പേരിൽ നമ്മളോട് സ്വലാത്ത് ചൊല്ലാൻ കൽപ്പിച്ചു? മഹാനായ അല്ലാമ ബദറുദ്ദീനുൽ ഐനി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് ചില കാരണങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അതിലൊന്ന്, മിഅ്റാജിന്റെ രാവിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഴുവൻ അംബിയ മുർസലുകളുടെ അടുക്കലും ചെന്നു. എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മാത്രം പറഞ്ഞത് അഖ്രി ഉമ്മത്തക മിന്നി അസ്സലാം. നബിയോട് സലാം പറഞ്ഞതിന് ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത്, നബിയെ, അങ്ങയുടെ സമുദായത്തിലേക്ക് എൻ്റെ സലാം എത്തിക്കണം കേട്ടോ. ഇങ്ങനെ സമുദായത്തിലേക്ക് എൻ്റെ സലാം എത്തിക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച കാരണം കൊണ്ടാണ് നിസ്കാരത്തിൽ ആ പ്രവാചകന്റെ പേരിൽ നാം സ്വലാത്ത് ചെല്ലാൻ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് എന്ന് മഹാനായ അല്ലാമ ബദറുദ്ദീനുൽ ഐനി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നു. മറ്റൊരു കാരണവും കൂടി മഹാനവറുകൾ പറയുന്നുണ്ട്. അതെന്താണ്? കഅബ ശരീഫ് നിർമ്മാണത്തിന്റെ പൂർത്തീകരണത്തിന് ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെയ്ത ഒരു പ്രാർത്ഥനയാണ്. എന്താണ് ആ പ്രാർത്ഥന? ഹജ്ജ ഹാദൽ ബൈത ബിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹബുഹു മിന്നി അസ്സലാം. അല്ലാഹുവേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിൽ നിന്നും ഈ ഭവനം സന്ദർശിക്കുന്ന ആൾക്ക് എന്നിൽ നിന്നുള്ള സലാം നിന്റെ ഓശാരമായി നീ എത്തിച്ചു കൊടുക്കണേ എന്ന് പ്രാർത്ഥന ഉണ്ടായതിൻ്റെ കാരണം കൊണ്ടാണ് ആ പ്രവാചകന്റെ പേര് പറഞ്ഞുകൊണ്ട് നിസ്കാരത്തിൽ നിങ്ങൾ സ്വലാത്ത് ചെല്ലണം എന്ന കൽപ്പന ഈ സമുദായത്തിനോട് ഉണ്ടായത് എന്ന് മഹാനായ അല്ലാമ ബദറുദ്ദീനുൽ ഐനി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وتصفو الحياة بنور هدى جمال